ഇനി നമ്മുടെ 48ാമത്തെ സെഷനാണ്. അതിൽ നമ്മുടെ ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN ഇത് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്. അതായത് ഒരു കാൻഡിഡേറ്റ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ഡയറക്ടറായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങിച്ചിരിക്കണം. അപ്പം ഈ പറയുന്ന നമുക്ക് ഇലക്ട്രോണിക്കലി അത് നമുക്ക് സാധ്യമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുമാണ് അതിനുള്ള പ്രിസ്ക്രൈബ് ഫാമിൽ അതിന് പ്രിസ്ക്രൈബ് ഫീസൊക്കെ അടച്ചുകൊണ്ട് ഒരു കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് 1 മന്തിനുള്ളിൽ ആപ്ലിക്കേഷൻ കിട്ടിയ ശേഷം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അപ്ലിക്കൻറ്റിന് കൊടുത്തിരിക്കും. അത് ആ പ്രിസ്ക്രൈബ് മാനറിൽ. ഓൾറെഡി ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സ് 1 മന്തിനുള്ളിൽ അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടി 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. കൂടാതെ കമ്പനീനെയും മറ്റുള്ള ഏതൊക്കെ കമ്പനീസിനാണോ ആൾ ഡയറക്ടറായിട്ടുള്ളത് അവിടെയും അവർ അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. ഈ പറയുന്ന കമ്പനി ടു ഇൻഫോം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ടു രജിസ്ട്രാർ. നമ്മളുടെ കമ്പനിയിലേക്ക് ഈ ഡയറക്ടേഴ്സ് അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അത് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം, മറ്റുള്ള എല്ലാ ഡയറക്ടേഴ്സിനും രജിസ്ട്രാറിനും ആ DIN അയച്ചു കൊടുത്തിരിക്കണം, അത് അറിയിച്ചിരിക്കണം. അത് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ സ്പെസിഫൈ ചെയ്യുന്ന ഫീസ് അടക്കമാണ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് കമ്പനി അത് ആ DIN ഫർണിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ എക്സ്പയറി പീരീഡിന് മുമ്പ് ഫർണിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് 15 ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി പണിഷബിൾ ആയിരിക്കും വിത്ത് ഫൈൻ. അത് 25,000 റുപ്പീസാണ് വരുന്നത്. അത് 1 lakh റുപ്പീസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഫർണിഷ് ചെയ്യാനായിട്ട് ഡിഫോൾട്ട് വരുന്ന നമ്മളുടെ കമ്പനിയിലെ ഓഫീസേഴ്സ് ഓരോരുത്തരും 25,000 റുപ്പീസ് വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ. സോ കമ്പനി ഇതുപോലെ ഫർണിഷ് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പെനാൽറ്റി 25,000 പറഞ്ഞല്ലോ, അത് ആ ഒരു 15 ദിവസത്തിനുള്ളിലാണ് അവരത് ചെയ്യേണ്ടത്. 15 ദിവസം കഴിയുമ്പോഴാണ് പെനാൽറ്റി 25,000 വരുന്നത്. പിന്നെ ഓരോ ദിവസവും 100 റുപ്പീസ് വെച്ച് കൂടി അത് മാക്സിമം 1 lakh റുപ്പീസ് വരെ പോകാറുണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ഓഫീസേഴ്സിൻ്റെ കേസിലും. അവരും ഈ പറഞ്ഞ പോലെ ഡിഫോൾട്ട് വരുത്തുമ്പോൾ അവർ 15 ദിവസത്തിന് ശേഷം 25,000 അത് 100 റുപ്പീസ് വെച്ച് പെർ ഡേ കൂടി 1 lakh റുപ്പീസ് വരെ മാക്സിമം പോകാറുണ്ട്. അത് ചിലപ്പോൾ പണിഷബിൾ ഫൈനായിട്ടായിരിക്കും മാറുന്നത്. നമ്മുടെ ഡയറക്ടേഴ്സ് എപ്പോഴും കമ്പനിയുടെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ഇൻഫർമേഷൻസിലും പർട്ടിക്കുലേഴ്സിലും ഒക്കെ ആ ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ടർ ഇൻഡിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്തിരിക്കണം. ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. ഇനി നമ്മുടെ കമ്പനിയിൽ ഈ ഡയറക്ടേഴ്സിൻ്റെ രജിസ്റ്റർ, അതുപോലെ കീ മാനേജർ പേഴ്സൺസിൻ്റെ രജിസ്റ്റർ എല്ലാ കമ്പനിയിലും ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ഒരു രജിസ്റ്റർ നമ്മളുടെ ഡയറക്ടറിൻ്റെ പർട്ടിക്കുലേഴ്സ്, കീ മാനേജർ പേഴ്സൺസിൻ്റെ പർട്ടിക്കുലേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് എടുത്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ കാര്യങ്ങൾ, അവരേതൊക്കെ കമ്പനിയുടെ ഹോൾഡിങ്സ്, സബ്സിഡറി കമ്പനിയുടെ ഹോൾഡിങ്സ്, അസോസിയേറ്റ് കമ്പനീസൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ ഉള്ള ഒരു നമ്മുടെ രജിസ്റ്റർ, അതിൽ നമ്മുടെ ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തവരുടെ പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, കീ മാനേജർ പേഴ്സൺസിൻ്റെ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ആ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് രജിസ്ട്രാർ എടുത്തത് ഫയൽ ചെയ്ത് അത് റിക്വയർഡ് ഫീസ് അടക്കം 30 ഡേയ്സിനുള്ളിൽ ആ ഒരു അപ്പോയിൻമെൻറ്റ് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടാണ് അതിൽ ഈ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ എപ്പോഴും ബിസിനസ് അവേഴ്സിൽ ഇൻസ്പെക്ഷൻ ഓപ്പൺ ആയിരിക്കും. ഏത് മെമ്പേഴ്സിന് വേണമെങ്കിലും അതിൽ നിന്നും
ഏത് ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിൻ്റെ കോപ്പീസും അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും മെമ്പേഴ്സ് റിക്വസ്റ്റ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി രജിസ്റ്റർ ഓപ്പൺ ഇപ്പം എന്തെങ്കിലും ആനുവൽ ജനറൽ മീറ്റിങ്ങിലൊക്കെ ഉള്ള സമയത്തും ആ രജിസ്റ്റർ ഓപ്പൺ ആയിരിക്കും. അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൽ നിന്നും ആക്സസ് ചെയ്യാം. ഇനിയിപ്പം എന്തെങ്കിലും കാരണവശാൽ ആ ഒരു രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ രജിസ്ട്രാറെ അറിയിക്കണം. രജിസ്ട്രാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ഈ പറയുന്ന രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റെഫ്യൂസ് ചെയ്താൽ നമ്മുടെ രജിസ്ട്രാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓർഡർ, ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കുന്നുണ്ടാവും. അതിലും കമ്പനിക്ക് എതിർപ്പ് തിരിവിക്കുകയാണെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് വിധേയമായിരിക്കും. അതായത് അതിൽ ഫൈൻ ഉണ്ടായിരിക്കും. 50,000 തൊട്ട് 5 lakhs വരെയാണ് ഫൈൻ പോകുന്നത്. ഇനി നമ്മുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സിനെ കുറിച്ച് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ പറയുന്ന എല്ലാ പവേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് സ്പെസിഫിക് ആയിട്ട് തന്നെ മെമ്മറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ പവേഴ്സ് എല്ലാം തന്നെ അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡയറക്ടേഴ്സ് വൈഡ് പവറാണ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യുന്നത്. അത് മാനേജ്മെൻറ്റിൽ പോളിസീസ് ഡിറ്റർമിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യാനും റിലേറ്റഡ് ആയിട്ടുള്ള പവേഴ്സാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ഈ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും മെമ്മറാണ്ടത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് ഈ പവറിന് വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കിട്ടുന്ന പവർ അവർക്ക് എന്ത് ചെയ്യാം, കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സിനോ മാനേജിങ് ഡയറക്ടേഴ്സിനോ മാനേജേഴ്സിനോ എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാം. അപ്പം ആ രീതിയിലാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പനിയിൽ എല്ലാ തരത്തിലുള്ള പവേഴ്സും ലഭിക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് കോൾസ് ഉണ്ടാക്കാനും അവർ അൺപേ ചെയ്തിട്ടുള്ള മണി പിന്നെ അത് കളക്ട് ചെയ്യാനും പിന്നെ ബൈബാക്ക് ഓതറൈസ് ചെയ്യാനും പിന്നെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ, അതുപോലെ തന്നെ മണി ബോറോ ചെയ്യാനൊക്കെയുള്ള പവേഴ്സ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പവർ ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ ഗ്രാൻഡ് ചെയ്യാനും അതുപോലെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാനും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ലോൺസിനുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ്സിന് ഡൈവേഴ്സിഫിക്കേഷന് പവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമാൽഗമേഷൻ അപ്രൂവ് ചെയ്യാനും അമാൽഗമേഷൻ, മെർജർ, റീകൺസ്ട്രക്ഷനൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പുതിയ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അക്വയർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള പവർ ഉണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിക്കിളിലും മെമ്മറാണ്ടത്തിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മറ്റുള്ള മാറ്റേഴ്സൊക്കെ ഡീൽ ചെയ്യാനുള്ള പവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ ഡയറക്ടേഴ്സിൻ്റെ ഈ പവർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് സാങ്ഷൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും അവർക്ക് ഓതറൈസേഷൻ കിട്ടുന്നില്ല. അതെന്താ കാരണം ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള സാങ്ഷൻ കിട്ടിയ ശേഷം മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് കൂടാതെ ഡയറക്ടേഴ്സിന് ഓതറൈസ് ചെയ്യാനായിട്ട് പവർ ഓതറൈസ് ചെയ്യാനായിട്ട് ഈ ഫോളോയിങ് കാര്യങ്ങളിൽ വരുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കമ്പനി അണ്ടർടേക്കിങ്ങിൻ്റെ മൊത്തത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗികമായിട്ടോ ലീസിനോ ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സെയിൽ ചെയ്യാനുള്ള ഒരു പവർ ഡയറക്ടേഴ്സിന് തനതായിട്ടില്ല. ഷെയർ ഹോൾഡേഴ്സുമായിട്ട് അവരുടെ സാങ്ഷനോട് കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും റെമിറ്റൻസ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റിൻ്റെ റെമിറ്റൻസ്, എന്തെങ്കിലും ഡ്യൂ ഡെബ്സ് പേയ്മെൻറ്റ്, അതിൻ്റെ കാര്യങ്ങളും അവർക്ക് തനിച്ച് ഒരു പവറിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എക്സസ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ബോറോ ചെയ്യാനും ഫ്രീ റിസർവ്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള പവർ അവർക്ക് തനിച്ച് കിട്ടില്ല. പിന്നെ
മണി ഇൻവെസ്റ്റ് ചെയ്യുക, കോമ്പൻസേഷൻ റിസീവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള മണി ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ അത് അമാൽഗമേഷൻ്റെ മെർജറിൻ്റെ ഇതിലൊക്കെ കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അവർക്ക് തനിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിന് 5% എക്സീഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കും അവർക്ക് തനിച്ച് തീരുമാനിക്കാനുള്ള പവറില്ല. ഓക്കെ.